നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ഗവർണറേറ്റിൽ നിന്ന് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലേക്ക് കൈമാറി ശിക്ഷയിൽ ഇളവ് നൽകി അബ്ദുറഹീമിനെ മോചിപ്പിക്കണമെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണറേറ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് സുപ്രധാനമായ കൈമാറ്റം നടന്നതെന്ന് വിവരം. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഫയൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് അയച്ചതായി റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഇതു സംബന്ധമായ വിവരം അഭിഭാഷകർക്കും ഇന്ത്യൻ എംബസിക്കും പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരിനും ലഭിച്ചു. നിലവിൽ 19 വർഷത്തിലധികം ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ അബ്ദുറഹീമിന് അവശേഷിക്കുന്ന ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി മാപ്പ് നൽകണമെന്നാണ് ആവശ്യം. വധശിക്ഷ റദ്ദാക്കാനായി 15 മില്യൺ റിയാൽ ദിയ നൽകുകയും ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. അബ്ദുറഹീമിന് വേണ്ടി അഡ്വക്കേറ്റ് റന, അബു ഫൈസൽ എന്നിവർ മുഖേനയാണ് നിയമസഹായ സമിതി റിയാദ് ഗവർണർക്ക് അപേക്ഷ നൽകിയത്. വിധി പ്രകാരമുള്ള 20 വർഷത്തെ ശിക്ഷാ കാലാവധി 2026 മെയ് 20-നാണ് പൂർത്തിയാകുകയെന്നും സമിതി അറിയിച്ചു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന് ദിയാധനം നൽകിയതിനെ തുടർന്നാണ് സൗദി കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കപ്പെട്ടതും. എന്നാൽ പൊതു അവകാശപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിയാദിലെ അപ്പീൽ കോടതി 20 വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ഈ വിധി പിന്നീട് സുപ്രീം കോടതി ശരിവച്ചു. ഇതിൽ ഇളവ് നൽകി ഉടൻ മോചിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഡിസംബർ 1-ന് ആരംഭിക്കുന്ന ഫിഫ അറബ് കപ്പ് ക്രിക്കറ്റ് ഉടമകൾക്ക് ദോഹ മെട്രോയിൽ സൗജന്യ യാത്ര അനുവദിക്കും. സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനായി മെട്രോ സ്റ്റേഷനുകളിൽ തങ്ങളുടെ ഓരോ ദിവസത്തെയും മത്സര ടിക്കറ്റ് കാണിച്ചാൽ മതിയാകും. ഡിസംബർ 1 മുതൽ 18 വരെയാണ് ദോഹയിൽ ഫിഫ അറബ് കപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. 7 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനകം വിറ്റഴിഞ്ഞതോടെ ടൂർണമെന്റ് കാണാൻ വലിയ ആരാധക പങ്കാളിത്തമുണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ എന്ന ആശയത്തെയാണ് ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നതെന്നും രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങളെയും ചുമതലകളെയും കുറിച്ചും നമ്മുടെ ഭരണഘടന ബോധ്യപ്പെടുത്തുന്നുണ്ടെന്നും പ്രവാസി വെൽഫെയർ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാഘോഷ സദസ്സ് അഭിപ്രായപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകിയ സംവരണവും സാമൂഹ്യനീതിയും പൗരന്മാർക്ക് ലഭിക്കേണ്ടതുണ്ട്. മതനിരപേക്ഷ റിപ്പബ്ലിക്കിൽ നീതിപീഠത്തിന് വെളിച്ചം പകരേണ്ടത് ഭരണഘടനയും നിയമസംഹിതയുമാണെന്നും പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീസ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കോഴിക്കോട് മെയ്ത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 59 വയസ്സായിരുന്നു. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളംനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. മലബാറിലെ ആദ്യ മുസ്ലിം വനിതാ MLA ആണ്. കാനത്തിൽ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഖബറടക്കം ചൊവ്വാഴ്ച നടക്കും. മലബാറിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ ആദ്യ വനിതയാണ് കാനത്തിൽ ജമീല. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ ഹൃദയം നേടിയ നേതാവ്. വാർഡ് മെമ്പറായി തുടങ്ങി നിയമസഭ വരെ എത്തിയ യാത്രയായിരുന്നു കാനത്തിൽ ജമീലയുടേത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മലബാറിലെ ആദ്യ വനിതാ MLA ആണ് വിടവാങ്ങിയത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്തെത്തിയ കാനത്തിൽ ജമീലയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പഞ്ചായത്തംഗമായി. 1995-ൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2005-ൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, 2010-ലും 2020-ലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ജനസമ്മതി തെളിയിച്ച നേതാവ്. 2021-ലാണ് കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയത്. വാർഡ് മെമ്പറായി തുടങ്ങി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെല്ലാം ഭരണമികവ് തെളിയിച്ച് നിയമസഭാംഗം വരെ എത്തിയ അപൂർവത. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ജമീല വെല്ലുവിളികളേറെ നേരിട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായത്. നിലവിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ലാളിത്യം കൊണ്ട് പൊതുസമ്മതി നേടിയ കാനത്തിൽ ജമീല രാഷ്ട്രീയത്തിനതീതമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിച്ചു. നിയമസഭയുടെ അവസാന സെഷനിലും സജീവമായിരുന്ന കാനത്തിൽ ജമീലയുടെ വിയോഗം അപ്രതീക്ഷിതമാണ്. എന്നും ജനപക്ഷത്ത് നിലപാടുറപ്പിച്ച വനിതാ നേതാവ്. നീറുന്ന ജീവൽ പ്രശ്നങ്ങളിലും ആശ്വാസം പകർന്ന സൗമ്യമുഖം മായുന്നു. കാനത്തിൽ ജമീല ഇനി ഓർമ്മകളിൽ. ന്യൂസ് ഡെസ്ക് 24.
ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെ നിർണായക നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയ്ക്കെതിരെ സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി പോലീസിന് നൽകിയ നിർണായക മൊഴിയിൽ പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാരോപിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. യുവതിക്കെതിരെ തെളിവെന്ന് ചൂണ്ടിക്കാട്ടി സീൽഡ് കവറിൽ ചില രേഖകൾ രാഹുൽ കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖ, പരാതി നൽകാൻ മറ്റൊരാൾ യുവതിയെ സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ രേഖകൾ എന്നിവയാണ് കൈമാറിയതെന്നാണ് വിവരം. എന്നാൽ രാഹുലിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയിൽ രാഹുലിന് കുരുക്കാകുന്ന പല കാര്യങ്ങളുമുണ്ട്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഡിവോഴ്സ് ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്നും വിശ്വസിപ്പിച്ചു. ഗർഭം ധരിച്ചത് അതിനാലാണെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം 5 മാസം കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിചയപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയിരുന്നു. വഞ്ചിയൂരിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട ശേഷമാണ് ഒളിവിൽ പോയത്. 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുള്ള വീക്ഷണം മുഖപത്രത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം. പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എഡിറ്റോറിയൽ എഴുതിയവരോട് ചോദിക്കണമെന്നാണ് PD സതീശന്റെ പ്രതികരണം. എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെയാണ് പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച എഡിറ്റോറിയലിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് വീക്ഷണം MD ജെയ്സൺ ജോസഫ് സമ്മതിച്ചു. എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും ജെയ്സൺ ജോസഫ്. പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ലേഖനമെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടിയുടെ തീരുമാനത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വീക്ഷണം എഡിറ്റോറിയലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എഴുതിയവരോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ലെന്നും എല്ലാ സ്ത്രീകൾക്കും മാനമുണ്ടെന്നും K മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ സ്കൂളിന് സമീപം പുലി. ഇന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് സ്കൂളിന് സമീപത്തെ മതിലിൽ നാട്ടുകാർ പുലിയെ കണ്ടത്. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ് വിവരങ്ങൾ. ക്രിസ്റ്റീന, തീർച്ചയായും അല്പം മുമ്പാണ് മലമ്പുഴയിലെ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ മതിലിൽ നാട്ടുകാർ പുലിയെ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെയും വനംവകുപ്പിനെയും വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും പുലി ഇപ്പോൾ ആ മതിലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പോലീസും വനംവകുപ്പും ചേർന്ന് അവിടെ നിരീക്ഷണം ശക്തമാക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ആ മേഖലയിൽ ഈ കാട്ടാന ശല്യവും ഒപ്പം വന്യജീവി ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത്തരം വന്യജീവി സാന്നിധ്യമൊക്കെ ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരു മേഖല കൂടിയാണ്. നേരത്തെ കാട്ടാനകളെ ഉൾപ്പെടെ നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിലും പുലിയെ ഇപ്പോൾ കണ്ടതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മലമ്പുഴ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഈ മേഖലയ്ക്ക് തൊട്ട് സമീപമുള്ള കവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിനോദസഞ്ചാരികൾ ദിവസേന എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ പുലിയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതൊക്കെ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുന്നു. തീരത്തിന് 25 കിലോമീറ്റർ അകലെ വെച്ച് കാറ്റ് ദുർബലമാകുമെന്നാണ് പുതിയ വിവരം. നാളെ 5 ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശും. 5 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും റെഡ് അലർട്ടാണ്. ചെന്നൈയിൽ നിന്നുള്ള 54 വിമാന സർവീസുകൾ റദ്ദാക്കി. അതേസമയം ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ഇന്ന് പുലർച്ചെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിലും പ്രളയത്തിലും ഭൂചലനത്തിലും
130-ലധികം പേർ മരിച്ചെന്നാണ് കണക്ക്. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയുടെ നാവികസേനാ കപ്പലുകളും വ്യോമസേനാ വിമാനവും ശ്രീലങ്കയിലെത്തി. ശ്രീലങ്കയിലെ 25 ജില്ലകളിൽ 20ഇടത്തും ചുഴലിക്കാറ്റ് നാശം വിതച്ചു. തലസ്ഥാനമായ കൊളംബോ പ്രളയത്തിൽ ദുരന്തഭൂമിയായി മാറി. കെലാനി ഉൾപ്പെടെയുള്ള നിരവധി നദികൾ കരകവിഞ്ഞൊഴുകിയത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് 300 മില്ലിമീറ്റർ മഴയാണ് ശ്രീലങ്കയിൽ പെയ്തത്. വീടുകളും വാഹനങ്ങളും റോഡുകളും കൃഷിയിടങ്ങളും പ്രളയത്തിൽ ഒഴുകിപ്പോയി. 170-ലധികം ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങൾ ഇനിയും ഏറുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വലിയ വനസമ്പത്തും കൃഷിയുമുള്ള ശ്രീലങ്കയിൽ നാശനഷ്ടങ്ങൾ ഇപ്പോഴും കൃത്യമായി കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും പ്രളയം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യയുടെ എയർഫോഴ്സ് വിമാനങ്ങളും നാവികസേന കപ്പലുകളും എത്തി. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 ടൺ സാധനങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിലെത്തിച്ചത്. അവശ്യ സാധനങ്ങൾ കൂടാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 80 NDRF സേനാംഗങ്ങളെയും ഇന്ത്യ വിട്ടു നൽകി. അപകട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സഹായം നൽകിയ ഇന്ത്യക്ക് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെരാത്ത് നന്ദി അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. എയർബസിന്റെ 6000 വിമാനങ്ങളിൽ അടിയന്തര സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കുമെന്ന് കമ്പനി അധികൃതർ. സൗരവികിരണങ്ങൾ വിമാന നിയന്ത്രണ ഡേറ്റ നശിപ്പിക്കുമെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് അടിയന്തര നീക്കം. യൂറോപ്യൻ വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ 55 വർഷത്തെ ചരിത്രത്തിൽ അറ്റകുറ്റപ്പണിക്കായുള്ള ഏറ്റവും വലിയ തിരിച്ചുവിളിക്കലാണിത്. ഒക്ടോബർ 30-ന് മെക്സിക്കോയിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് പോയ ജെറ്റ് ബ്ലൂ വിമാനത്തിൽ സൗരവികിരണങ്ങൾ മൂലം വിമാന നിയന്ത്രണ ഡാറ്റ നശിച്ചതിനെ തുടർന്ന് വിമാനം ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് പതിച്ചിരുന്നു. നിരവധി യാത്രക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് സോഫ്റ്റ്വെയർ തകരാറ് കണ്ടെത്തിയത്. 3 മണിക്കൂർ നീളുന്ന ലളിതമായ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് എയർബസ് പറയുന്നത്. എന്നാൽ ഹാർഡ്വെയറിൽ തകരാറുകൾ സംഭവിച്ച 1000-ലധികം വിമാനങ്ങളിൽ ഹാർഡ്വെയറുകളും മാറ്റേണ്ടി വന്നേക്കും. ഇതിന് കൂടുതൽ സമയമെടുക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള പല വിമാന കമ്പനികളും തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിമാന സർവീസുകൾ റദ്ദാക്കിയതായി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും അടക്കമുള്ള കമ്പനികൾ A320 ശ്രേണിയിൽപ്പെട്ട 300ഓളം വിമാനങ്ങൾ സർവീസിനായി ഉപയോഗിക്കുന്നുണ്ട്. ചില വിമാനങ്ങൾ വൈകാനിടയുണ്ടെന്നും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് ആപ്പിലോ വെബ്സൈറ്റിലോ വിമാനസമയം പരിശോധിക്കണമെന്നും ഇൻഡിഗോയും എയർ ഇന്ത്യയും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയിൽ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ഫണ്ട് വേണ്ടേയെന്ന് ശശി തരൂർ ചോദിച്ചു. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ലെന്നും തരൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖം വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ CPM-നെ കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോഴാണ് ഒരു വശത്ത് ശശി തരൂരിന്റെ പിന്തുണ. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. സിലബസിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സിലബസ് നടപ്പാക്കിയാൽ പോരെയെന്ന് ശശി തരൂർ. നമുക്ക് അവരുടെ NEP ചില വിഷയങ്ങൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണ അവകാശത്തോട് പറയാൻ നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യും. അതല്ലേ ഈ ഫെഡറൽ സിസ്റ്റമിന്റെ ഒരു ഗുണം നമുക്കുള്ളത്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്നും ശശി തരൂർ. ഇത് എവിടെ പോയാലും ഏത് പാർട്ടിയുടെ അകത്തും ഒരു മുഖമാണ്. ആ മുഖത്തിന്റെ പേരിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുലിനെ തള്ളാതെയും പിന്തുണയ്ക്കാതെയുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഇതില് പോലീസ് അന്വേഷണം നടക്കട്ടെ. അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരതിന് ചെയ്യുന്നുണ്ട്. FIR ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. നിയമപ്രകാരവും ന്യായപ്രകാരവും ഒരു പരിഹാരം വരട്ടെ. അതുവരെ ഞാൻ വേറെ ഒരു കമന്റിന് പറയുന്നില്ല. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചെന്നും ജാമ്യം വേണമെന്നും A. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ 2 ജാമ്യാപേക്ഷകളും തള്ളി. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ സമീപിച്ചത്. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും A. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു.
ജാമ്യാപേക്ഷ ഡിസംബർ 2 കോടതി പരിഗണിക്കും. കേസിൽ 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് തള്ളി. നിലവിൽ കേസന്വേഷണം പൂർത്തിയായില്ലെന്നും ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അതേസമയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KS ബൈജുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ദേവസ്വം ബോർഡ് അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതെന്ന് KS ബൈജു ആവർത്തിച്ചു. തന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച് വ്യക്തത വരുത്താനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. ഡിസംബർ 5 വരെ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3 മാറ്റി. 24 കൊല്ലം. മുനമ്പം ഭൂസമരം നാളെ അവസാനിക്കാനിരിക്കെ സമരസമിതിയിൽ ഭിന്നത. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്നെടുത്തതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നാളെ മുതൽ പുതിയ സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. അതേസമയം സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ച് സമരം നിർത്തുന്നുവെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ് പറഞ്ഞു. മുനമ്പം ഭൂമി തർക്കത്തിൽ അന്തിമവിധി വരുന്നതുവരെ കരം സ്വീകരിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവും സർക്കാരിന്റെ അനുകൂല നിലപാടും ചൂണ്ടിക്കാട്ടിയാണ് നാളെ ഭൂസംരക്ഷണ സമിതി 413 ദിവസമായി തുടരുന്ന സമരം നിർത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 സമരപ്പന്തലിൽ മന്ത്രി P രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെത്തി നിരാഹാര സമരം ഇരിക്കുന്നവർക്ക് നാരങ്ങാനീര് നൽകും. ഒരു പാർട്ടിയുടെയും വിജയമല്ല, 610 കുടുംബങ്ങളുടെ ഐക്യത്തിന്റെ വിജയമാണ് ഉണ്ടായതെന്ന് മുനമ്പം പള്ളി സഹവികാരി ഫാദർ മോൻസി വർഗീസ്. ഇത് ഒരു പാർട്ടിക്കോ അതുമല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ അതുമല്ലെങ്കിൽ ഒരു ആശയത്തിനോ ഉള്ള ഒരു വിജയമല്ല, ഇത് ഈ 610 കുടുംബങ്ങളുടെ വിജയമാണ്. ഈ തീരുമാനത്തിനെതിരായിട്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടായതെന്നും വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പത്തെ ഭൂമി ഒഴിവാക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നാളെ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങാനാണ് മറുചേരിയുടെ നീക്കം. ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശവും പരിപൂർണമായിട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ വീണ്ടും സമരം ആരംഭിക്കുന്നു. ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്ക് അല്ലാതെ വേറെ എന്ത് ഗിമ്മിക്ക്, വേറെ എന്തെന്നാണ് ഇതിനകത്തുള്ളത്? സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നയിച്ച സമരം അവസാനിപ്പിക്കാനിരിക്കെയാണ് മുനമ്പത്ത് പുതിയ പ്രതിസന്ധി. 24 കൊച്ചി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കർണാടക കോൺഗ്രസിൽ താൽക്കാലിക മഞ്ഞൊരുക്കം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ചർച്ച നടത്തി. പാർട്ടിയാണ് വലുതെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും ഇരു നേതാക്കളും പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെയാണ് ചർച്ച തുടങ്ങിയത്. അരമണിക്കൂർ കൂടിക്കാഴ്ച നീണ്ടു. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്നും ഒരുമിച്ച് മുൻപോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. DK Shivkumar and myself, the High Command, whatever decision it takes, both of us will obey. സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങളാണ് പ്രധാനമെന്നും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും DK ശിവകുമാർ. As far as political issues is concerned, the leadership issue is concerned, we go by my party high command. Whatever my party high command tells, it is our decision. We have been a loyal soldiers of the party. At utmost, we all are the basic party workers to keep our party regime very high. കോൺഗ്രസ് തർക്കത്തിൽ വിമർശനവുമായി BJPയും JDSും രംഗത്തെത്തി. കോൺഗ്രസിലെ നാടകങ്ങൾ കർണാടകയെ അപമാനിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും കോൺഗ്രസിൽ തമ്മിൽ തല്ലല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് R അശോകയും ആരോപിച്ചു. 24 ബംഗളൂരു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നുവെന്നതാണ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ നിന്നിരുന്ന ഇന്ത്യൻ ടീം പൊടുന്നനെ പാതാളത്തിൽ വീണ അവസ്ഥയിലാണ്. നിർബന്ധിത തലമുറ മാറ്റത്തിനൊപ്പം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തലതിരിഞ്ഞ പരീക്ഷണങ്ങൾ കൂടിയായപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും തോറ്റു. പ്രോട്ടീസിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി വഴങ്ങിയാണ് പരമ്പര കൈവിട്ടത്. അതിന്റെ ക്ഷീണം തീർക്കാൻ ഏകദിന പരമ്പരയിൽ വമ്പൻ പ്രകടനം അനിവാര്യം. നായകൻ ശുഭമാൻ ഗില്ലിനും ഉപനായകൻ ശ്രേയസ് അയ്യർക്കും പരിക്കേറ്റതിനാൽ KL രാഹുലിന് കീഴിലാണ് ടീം ഇറങ്ങുക. പക്ഷേ ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജോഡിയിലേക്കാണ്. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ അപരാജിത കൂട്ടുകെട്ടിലൂടെ ടീമിനെ ജയിപ്പിച്ച റോക്കോ ജോഡി ഹോം ഗ്രൗണ്ടിലും കത്തിക്കയറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ താരമായ രോഹിത് ബാറ്റെടുക്കുന്നത് 1ാം റാങ്കുകാരനെന്ന തലയെടുപ്പോടുകൂടിയാണ്. ഗില്ലില്ലാത്തതിനാൽ
യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗിൽ രോഹിത്തിന് കൂട്ട്. ഋഷഭ് പന്ത്, തിലക് വർമ്മ, രുദ്രാജ് ഗെയ്ക്വാദ്, രവീന്ദ്ര ജഡേജ എന്നിവർ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയെന്നതും പ്രത്യേകതയാണ്. 3 മത്സര പരമ്പരയിലെ ആദ്യ കളി റാഞ്ചിയിലാണ്. 2ാം ഏകദിനം ബുധനാഴ്ച റായ്പൂരിലും 3ാം മത്സരം അടുത്ത ശനിയാഴ്ച വിശാഖപട്ടണത്തും നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.